ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനുള്ള ഒരു ജാപ്പനീസ് സീക്രട്ടാണ്. ജാപ്പനീസ് സീക്രട്ട് ആണെങ്കിലും നമ്മുടെ കിച്ചണിലൊക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ടൊരു ഹാഫ് ടൊമാറ്റോയും ഇതുപോലൊരു ചെറിയ പൊട്ടറ്റോ, ഇനി നോർമൽ സൈസിലെ പൊട്ടറ്റോ ആണെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം നമ്മൾ എടുക്കുക. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ശേഷം ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ അപ്ലൈ ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുള്ളൂ. അതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ നാച്ചുറൽ ബ്ലീച്ചിങ് ഹോം റെമഡി റെഡിയായി കഴിഞ്ഞു. സോ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മാക്സിമം അലോവേര ജെല്ല്, ക്ലിയർ ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കളേർഡിൽ കുറച്ചും കൂടെ കെമിക്കൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റ് തരാനായിട്ട് സഹായിക്കുന്നത് ഈ തക്കാളിയിലും പൊട്ടറ്റോയിലും അടങ്ങിയിട്ടുള്ള വളരെ ചെറിയ അളവിലുള്ള ആസിഡ് കണ്ടൻ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ വളരെ ജെൻറ്റിലായിട്ട് ആക്ട് ചെയ്യും. സ്കിന്നിലുള്ള സൺ ഡാമേജ്, സൺ ടാനിങ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതുപോലെയുള്ള ഡാർക്കനിങ്, ഇതൊക്കെ ലൈറ്റ് ആക്കാനും ഒരു ഈവൻ ഔട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ ഒരു നല്ല എക്സ്ഫോളിയേറ്റിംഗ് ഏജൻ്റാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് കുറച്ച് കയ്യിലെടുത്തിട്ട് ഫേസിലെല്ലായിടത്തും ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ജെൻറ്റിലായിട്ട് തന്നെ മസാജ് ചെയ്യുക. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ശക്തി കൂടുതൽ കൊടുക്കുന്നതായിട്ട് തോന്നാം. പക്ഷേ ഞാൻ വളരെ സൂക്ഷിച്ച് ജെൻറ്റിലായിട്ടേ മസാജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കളയാം, ഇല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുക. കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വിരൽ മാത്രം ഉപയോഗിച്ച് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. നമുക്ക് അവിടെ പെട്ടെന്ന് പാടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഇതേ ഫേസ് മാസ്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് അപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യം ഫേസിൽ മൊത്തം ഒരു കോട്ട് ഇടുക. അത് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയെന്ന് തോന്നുമ്പോൾ നമ്മൾ ബാക്കിയുള്ള മാസ്ക് ഒന്നും കൂടെ ഇടുക. അങ്ങനെ 2 വട്ടമായിട്ടാണ് നമ്മൾ ഈ മാസ്ക് ഇടുന്നത്. ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ അടുത്ത തവണ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അസിഡിക് കണ്ടൻറ്റുള്ള കാര്യങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. കാരണം അവർക്ക് ചിലപ്പം ഇറിറ്റേഷൻസും സ്കിൻ അലർജീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇത് വലിയ കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് ആയാലും മതി. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മസാജ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ്സൊക്കെ മസാജ് ചെയ്ത ശേഷം നമുക്കിത് വൈപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഒരു നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ടാനൊക്കെ ഒത്തിരി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് സ്കിന്നിൽ വന്നത് കാണാം. പക്ഷേ നമ്മുടെ റെമഡി ഇവിടെ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റ് ആവാനുള്ള ഒരു കിഡിലൻ റെമഡിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ ആവശ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അതിലേക്ക് നമ്മൾ ഇതൊരു പേസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള അളവിൽ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ തിളപ്പിക്കാത്ത പാലായാലും തിളപ്പിച്ച പാലായാലും അരിപ്പൊടിയിലുള്ള നാച്ചുറൽ എൻസൈംസിനും പാലിലുള്ള ലാക്റ്റിക് ആസിഡിനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിന് മൊത്തത്തിലൊരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും തരുന്ന ഈ ഒരു ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കുറച്ച് അളവിൽ പാല് ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് നോക്കിയ ശേഷം മാത്രം നമ്മൾ കൂടുതൽ പാൽ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ടൊമാറ്റോ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നമ്മൾ വൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഫേസിലേക്ക് നമ്മൾ ഈ ഒരു പാക്ക് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ കൈ ഉപയോഗിച്ചോ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചോ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഫേസിലും കഴുത്തിലും മൊത്തമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ്സ്, അതായത് നമ്മൾ സമയത്തിനെക്കാട്ടും ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഡ്രൈ ആവുന്നത് നോക്കിയാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യാനുള്ള സമയം നോക്കുന്നത്. അപ്പോൾ ഒരു മാക്സിമം 15 മിനിറ്റ്സൊക്കെ വേണ്ടി വരുള്ളൂ. നമ്മുടെ ഫേസിൽ നിന്ന് ഇതിങ്ങനെ പൊളിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിലാകുമ്പം നമുക്കിതുപോലെ ഒരു തുണി നനച്ചോ അല്ലെങ്കിൽ നേരിട്ട് വെള്ളം കൊണ്ട് കഴുകിയോ ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യാം.
നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. സ്കിന്നൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്, സൺ ടാൻ ഇപ്പോൾ ഒട്ടും ഇല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് റോസ് വാട്ടറാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഫേസ് ഒന്ന് ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്മളെപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thanks for watching. Bye bye.